എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ പെസഹ വ്യാഴ്ചയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെസഹ വ്യാഴത്തിൻ്റെ ആശംസകൾ. അതുപോലെ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്, ചൊവ്വാഴ്ച എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോണൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ വ്യാഴാഴ്ച ഉള്ള കാര്യങ്ങളല്ലാത്തതുകൊണ്ട് തന്നെയും അത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ചിലവർക്ക് അയ്യോ പെസഹ വ്യാഴമായിട്ട് ഇന്ന് നോണാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ദിവസത്തേക്ക് അവർ നമ്മളുടെ കൂടെ നിൽക്കാൻ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ നൊയമ്പ് എടുത്തിട്ട് ആ ഒരു വെജിറ്റബിൾസ് മാത്രമായിട്ടൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾക്കൊരു വിഷമമാണ് അവർക്ക് ഉണ്ടായ സമയത്തൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ നോൻപൊന്നും ഇല്ലാതെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓരോ ജീവിത സാഹചര്യങ്ങളനുസരിച്ചാണ് ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, പരിപ്പ് കറി. അപ്പോൾ പപ്പക്കും എനിക്കുമൊക്കെ ചപ്പാത്തിയും പരിപ്പ് കറിയും കഴിക്കാം, അവർക്കും അത് കഴിക്കാം, കുഴപ്പമില്ല. എങ്കിലും എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ 65 ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സവാളയും ഉപ്പും നാരങ്ങ നീരും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോളാക്കി എടുത്ത് നല്ല ടേസ്റ്റാണ് ആ സംഭവം. അപ്പോൾ റോജർ കഴിക്കാൻ വേണ്ടി താഴേക്ക് വന്ന് ആ സമയത്താണ് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചത്, എടാ ചപ്പാത്തിയും പരിപ്പ് കറിയും വേണം, ഇതുപോലെ ചിക്കൻ 65 ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു അത് എടുക്കും മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചപ്പാത്തി നമ്മൾ മേടിച്ച ചപ്പാത്തിയുടെ ബാക്കി ഒരു 4 ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ആ ചപ്പാത്തിയാണ് റോജർ പോയിട്ട് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി അത് എല്ലാം കൂടി ഒന്നിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഞാൻ മീതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചപ്പാത്തി വേണമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ മേടിച്ച ചപ്പാത്തി 2-3 4 ഒക്കെ ഉണ്ട്, അതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിനകത്താണ് ഈ റോളാക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ റോജർ 2 മതിയെന്ന് പറഞ്ഞെങ്കിൽ 3 കൊടുത്ത് 3 കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് 65 ബാക്കിയുണ്ട്, റയന് വേണമെന്നുണ്ടെങ്കിൽ അതൊന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. എന്റെപ്പ പൂത്തട വയ്ക്കണ കുഞ്ഞിന്, കൊച്ചിന് പൂത്തട വയ്ക്കണോടാ. എന്താണ് അപ്പുറത്തേക്ക്. അപ്പോൾ ഈ റോജർ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ റൂബി കുഞ്ഞിന് ഈ ഒരു രോഗം അങ്ങോട്ട് തുടങ്ങും. അവൻ കഴിച്ച് എഴുന്നേറ്റാൽ എല്ലാ നേരവും കേട്ടോ, കഴിച്ച് എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ. പിന്നെ ഒരു കരച്ചിലും ഓട്ടവും, മൂത്രം ഒഴിക്കാൻ പോയിട്ട് മൂത്രം ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അവിടെ തിരേരം ഒന്ന് വെറുതെ ഇരിക്കാനിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളത്തിൻ്റെ പുറകെ ഓടണം. അതാണ് റൂബി കുഞ്ഞിൻ്റെ ഒരു ആക്ടിവിറ്റി. റോജർ വന്നു കഴിഞ്ഞാൽ റോജറിനോടാണ് ആ ഒരു പ്രശ്നമുള്ളത്, വേറെ ആരുടെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ അതാണിപ്പോൾ കണ്ടത്. അത് 4 നേരം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴും ഉണ്ട് കേട്ടോ. അവൾ ഇങ്ങനെ നോക്കിയിരിക്കും താഴത്ത്, കാലിങ്ങോട്ട് പൊങ്ങിയത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുന്നേറ്റ് ഇനിയിപ്പോൾ കരച്ചിൽ തുടങ്ങാമെന്നുള്ള രീതിക്കാണ് അവളുടെ പെരുമാറ്റം. അപ്പം ഞാൻ പപ്പനെ വിട്ടിട്ട് ഇതിൽ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ഒന്ന് മേടിപ്പിച്ചതാണ് കേട്ടോ. ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനത്തെ കുരുമുളക്, ഗോതമ്പ് പൊടി, പച്ചരി, ഉഴുന്ന്, ബിരിയാണി റൈസ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ അപ്പോഴടുത്ത് ഞാൻ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ വില കൂടുതലാണെങ്കിൽ മേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പപ്പ വില കൂടിയത് തന്നെ മേടിച്ചിട്ടുള്ളത്. 4 ആപ്പിളിൻ്റെ 320 320 രൂപക്കാണ് മേടിച്ചത്. എൻ്റെ കണ്ണ് തള്ളിപ്പോൾ, ഇത്രയും വില കൊടുത്തിട്ട് എന്തിനാണ് പപ്പ അത് മേടിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല, ഇനി അവന് റോജറിന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിമ്മിലൊക്കെ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പുള്ളി മേടിച്ച്. പക്ഷെ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി, 320 രൂപയെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ. ഇനി എൻ്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. എത്രയോ സാധനങ്ങൾ മേടിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു തവണ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചാൽ എത്രയോ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, എന്നിട്ട് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു നഷ്ടമൊന്നും എനിക്കൊരു നഷ്ടമേ അല്ല, നഷ്ടമായിട്ട് ഞാൻ കണക്ക് കൂട്ടാറില്ല. അതൊക്കെ തന്നെയല്ലേ നമ്മളുടെയൊക്കെ ഒരു പ്രത്യേകത. അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പണ്ടത്തെ ആളുകൾ പറയണ കേട്ടിട്ടില്ലേ, തേങ്ങ ചോരണത് കാണൂല, കടുക് ചോരണത് കാണും. അത് സത്യമാണല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. 320 രൂപയുടെ ആപ്പിൾ ഭയങ്കര വിഷമമായിപ്പോയി എനിക്ക്. അത് കഴിക്കാൻ നമുക്ക് നല്ലൊരു സാധനമല്ലേ, പക്ഷേ ഒരു ഉപകാരമില്ലാതെ എത്രയോ രൂപയുടെ സാധനങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയണം. എങ്കിലും എനിക്കത് പറയണം. ഇത് രണ്ടും എനിക്കറിയാം, അതാണ് നമ്മളുടെയൊക്കെ ഒരു പ്രത്യേകതയെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് രണ്ടും അറിയാം, പക്ഷെ നമ്മളത് പറയും. അങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങൾ പലതും ഈ കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ സവാള അരിഞ്ഞിട്ട് വറുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
സവാള വറുത്തതിനകത്ത് കുറച്ചങ്ങോട്ട് മാറ്റിയതിന് ശേഷം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി എരിഞ്ഞതും തൈരും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും ഗരം മസാലയും മഞ്ഞൾപ്പൊടി മസാലപ്പൊടികളായിട്ട് ഇടുന്നത് ഗരം മസാലയും മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇന്ന് ഞാൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചത്. പക്ഷേ അത് ഇത്തിരി സ്പൈസിയാണ്, കളറും ഒക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ തന്നെ റോജർ പറഞ്ഞു, മമ്മി എനിക്ക് സ്പൈസി ഒട്ടും പറ്റൂല, അതുകൊണ്ട് മമ്മി ടിക്ക ബിരിയാണി വെക്കണ്ട, ഒട്ടും സ്പൈസസ് ഇല്ലാത്ത സാധാരണ ബിരിയാണി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ സാധാരണ ബിരിയാണി തന്നെ വെച്ചത്. അപ്പോൾ ടിക്ക ബിരിയാണി നല്ല ടേസ്റ്റാണ്, ഇത്തിരി ഇടക്കൊക്കെ കഴിക്കാം, സ്പൈസസ് കൂടുതലാണ്, ഇത്തിരി എരിവൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും പരിപാടി നടക്കാത്ത സ്ഥിതിക്ക് എനിക്കിപ്പോൾ എളുപ്പത്തിൽ ഇതങ്ങോട്ട് വെച്ചാൽ മതി, മറ്റേതിനൊരു ഇത്തിരി പണി കൂടുതലുണ്ട്. അപ്പോൾ ഈ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വെക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. വളരെ സമാധാനമായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് ബിരിയാണി കഴിക്കാം. അപ്പോൾ റൈസ് കുറച്ച് സെല്ല റൈസ് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് വേറെ തികയാത്തത് ഒരു 2 കിലോ റൈസ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ട് റൈസൊക്കെ എടുത്ത് കഴുകി അവിടെ കുതിർത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളവും കൂടി വെച്ച് അതിനകത്തേക്ക് ഇത്തിരി മുഴുവൻ മസാലയും കൂടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് അതങ്ങോട്ട് ഇത് തിളപ്പിക്കാനായിട്ട് വെച്ച്. അപ്പം ഞാൻ തിരുവചനം ആ ഒരു ഡിവോഷണൽ ആൽബം കേട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ, ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ഞാൻ ചിക്കൻ്റെ ആ ഒരു ചെറിയതായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റൂബി കുഞ്ഞിന് വയ്യാതെ 2:30 മണി രാത്രി വരെ വെളുപ്പിന് വരെ ഇരുന്നു എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂബി കുഞ്ഞിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൂബി കുഞ്ഞിന് ആ ഒരു സമയം 2:30 കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരു കുഴപ്പം ഇതുവരെ ഇല്ല, ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. പിന്നെ ചൂടിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ 2:30 മണി വരെ അവിടെ ഇരുന്നെങ്കിലും എൻ്റെ ആ ഒരു സമയം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത്തിരി തേങ്ങയും മുളകും മഞ്ഞളും കൂടി അരച്ച് വെച്ചതാണ് ഒരു മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പപ്പക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ റയൻ വന്നപ്പോഴത്തേക്കും റയനെ കൊണ്ട് ഞാൻ മുട്ട ബോയിൽ ചെയ്യാനായിട്ട് ആ ഒരു എഗ് ബോയിലറിലേക്ക് വെപ്പിച്ചിട്ട് അതൊക്കെ റയൻ ചെയ്തു തരും. റയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റീവാക്കി മാറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് എനിക്കത് ചെയ്യാമല്ല ഇരുന്നിട്ട്, എനിക്ക് ആ ഒരു വർക്കുള്ളതുകൊണ്ട് ഞാനത് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഓരോ സമയവും അത് വേസ്റ്റാക്കി കളയാതെ നോക്കണം എന്നുള്ളതാണ്, അത് ശീലിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അലസത ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ആരും തന്നെ ഇഷ്ടപ്പെടാറില്ല, എനിക്കിഷ്ടമല്ല. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ആരോഗ്യത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇല്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ആളുകളെ ഈ ഒരു കണക്കിൽ ഞാൻ കൂട്ടുന്നില്ല. കാരണം അവർക്ക് മനസ്സുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ക്ഷമിക്കുക. അല്ലാത്തവരോട് ഞാൻ പറഞ്ഞത്, ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഓരോ സമയവും അതിനെ വിലപ്പെട്ടതായിട്ട് കാണുക. ഓരോ കടന്നു പോകുന്ന സമയങ്ങളും നമ്മൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ഒരു വിഷമം തോന്നരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അലസമായിട്ട് എത്ര സമയം കളഞ്ഞ്, അപ്പോൾ അതൊക്കെ നമ്മൾക്കൊരു വിഷമം ഉണ്ടാക്കണം ഉള്ളിൽ, എന്നാലേ നമ്മളുടെ അലസതയൊക്കെ മാറിക്കിട്ടുള്ളൂ. ഒരാളിൻ്റെ മരണമെന്ന് പറയുന്നത് അയാളുടെ ശ്വാസം പോകുന്നതല്ല മരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു ആരോഗ്യമുള്ളൊരു വ്യക്തി ആരോഗ്യം നഷ്ടപ്പെടുന്നത് വരെ വർക്ക് ചെയ്യുക, അതാണ് അയാളുടെ ജീവിതം. എപ്പോഴാണ് അയാൾ സ്വയം പിന്മാറുന്നത്, ഒരു ആരോഗ്യത്തോടു കൂടി തന്നെ സ്വയം പിന്മാറുന്നത്, അന്ന് അയാൾ മരിച്ചെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ ആരോഗ്യവും ഓരോ സമയത്ത് കിട്ടുന്ന നമ്മളുടെ ഓരോ അവസരങ്ങളും അതൊക്കെ പ്രയോജനപ്പെടുത്തണം. അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ തിരിഞ്ഞു നോക്കി സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്, എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. എൻ്റെ അമ്മയുടെ പോലെയാണ് ഞാനെന്ന് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ അമ്മ സ്ഥിരം എന്തെങ്കിലും ജോലി ചെയ്ത് നടക്കുന്ന ആളാണ്. എപ്പോഴും അമ്മ ആക്റ്റീവാണ്. പപ്പയുടെ അമ്മേതേട്ടാ ഭയങ്കര ആക്റ്റീവാണ്, രണ്ടാളും ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ആ ഒരു രണ്ടമ്മമാരെ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, വെറുതെ ഇരിക്കരുത്. അങ്ങനെ എൻ്റെ അമ്മയും പപ്പയുടെ അമ്മയൊക്കെ കിടന്നുറങ്ങണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ ഇരുന്നാണ് ഉറങ്ങണത് എപ്പോഴും. അതെ. അപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഉറക്കം വന്നാൽ കിടന്നുറങ്ങിക്കൂടി. അപ്പോൾ അവർ കിടന്നുറങ്ങണ്ട, ഇങ്ങനെ ഒന്ന് ഇരുന്ന് ആടിക്കഴിഞ്ഞാൽ ആ ക്ഷീണം മാറും, അങ്ങനെ പറയാം. ഒന്ന് ഇരുന്ന് ആടിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും. ഉറക്കം തൂങ്ങിയെന്ന് ആടൂലേ, അത്രയേ ഉള്ളവർക്ക്, അവരുടെ ആ ക്ഷീണം തീർക്കൽ അത്രയേ ഉള്ളൂ. എന്തോരം ജോലികളാണ് ചെയ്യണത്. രണ്ടമ്മമാർക്കും ഇപ്പോഴും ആരോഗ്യത്തിനൊരു കുറവില്ല. അവർക്ക് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ കണ്ടേക്കുന്നത്, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്.
ഇപ്പോൾ ചില കുട്ടികൾ കാണാറില്ലേ, +2 കഴിഞ്ഞിട്ട് അവർ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയി ജോയിൻ ചെയ്ത് ഒരു 2-3 മാസം കഴിയുമ്പോൾ വീട്ടിൽ പറയും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നണില്ല, ഞാനിത് ഡ്രോപ്പ് ചെയ്യുന്നു, എനിക്ക് വേറേതാണ് ഇപ്പോൾ ഇഷ്ടം തോന്നുന്നത്. അത് കേട്ട് ചില വീട്ടുകാർ പറയും എന്നാൽ ശരി, അവനെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാറ്റാൻ, നമുക്ക് വേറെ ഇത് ചെയ്യാം, വേറെ കോഴ്സ് ജോയിൻ ചെയ്യും. എന്നിട്ട് 2-3 മാസം കഴിയുമ്പോൾ പറയും അയ്യോ ഇതും ഞാൻ വിചാരിച്ച പോലെയല്ല. അങ്ങനെ ചാടി നടക്കുന്ന ഒരുപാട് കുട്ടികളെ നിങ്ങൾക്കും അറിയാൻ പറ്റും, എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ചാടി നടക്കുന്ന കുട്ടികൾക്ക് എവിടെയും ഒന്നും അവർക്ക് കിട്ടാൻ വഴിയില്ല. കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാലും പകുതി വഴി ഇട്ടിട്ട് അവർ ചാടിപ്പോകണല്ലേ. ഇപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്ത് ഇതിനൊരു ഫലം കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സ് മടുക്കുന്ന ആ ഒരു സമയം വരില്ലേ, ആ ഒരു സമയത്താണ് അതിൻ്റെ പൂർണ്ണതയിലെത്തുക എന്നുള്ളത് ഇവർ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവർ അതിൻ്റെ അറ്റം വരെ ചെന്നിട്ടാണ് തിരിച്ചു പോന്നേക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും അറ്റം വരെ ചെന്നിട്ട് ഇവർക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് തിരിച്ചു പോന്നെയാണ്. തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ എന്ത് ജോലികൾ ചെയ്താലും ആ ജോലികളുടെ ആ ഒരു സ്ഥിരത തന്നെയാണ് അതിൻ്റെ വിജയം എന്ന് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഒരു നേട്ടം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത് അറ്റത്തായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇട്ടിട്ട് പോവുക. അപ്പം നമ്മൾ പുതിയതിലേക്ക് ചെന്ന് അതും ഇങ്ങനെ തുടർന്ന് അതും ഒരു അറ്റത്തായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടിട്ട് പോരും. അപ്പോൾ ഒരു സ്ഥിരതയായിട്ട് ക്ഷമയോടുകൂടി നമ്മൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നേട്ടം നമുക്ക് ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇല്ലേ, ഞാൻ ബിരിയാണിയൊക്കെ എടുത്ത് പിള്ളേർക്ക് കൊടുത്ത്, അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ കഴിച്ച് റോജറിന് ജോലിക്കും കയറണം. റോജർ ഓടി ജോലിക്കും കയറി വേഗം. റയനാണെന്നുണ്ടെങ്കിൽ ഇന്ന് റയന് മറ്റേ കവിളിൻ്റെ എല്ലിൻ്റെ അവിടെ വേദനയില്ലേ, അതിൻ്റെ ടെസ്റ്റിന് 2ാമത്തെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിന് പോകണേന്. അപ്പോൾ ഇവൻ പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കടവന്ത്രയിലുള്ള ഒരു ഫേസെറ്റ് തന്നെ കടവന്ത്രയിലുള്ള അവിടെയാണ് ഇതിൻ്റെ ടെസ്റ്റിന് പോണത്. അപ്പോൾ യൂബർ ബുക്ക് ചെയ്തിട്ട് അവൻ ആ സൈഡിലേക്ക് പോണ കാര്യം അവിടെ യൂബർ വന്നിട്ടുണ്ട്. ഒരു 2:45 റയൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 3:30 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അത് കഴിഞ്ഞൊരു 6-6:30 മണിയൊക്കെ എന്തോ ആയിട്ടുണ്ട്. അപ്പോഴാണ് റയൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റയന് വലിയ കുഴപ്പങ്ങളില്ല. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വേദന ഒട്ടും തന്നെ കുറഞ്ഞില്ലെങ്കിൽ ടെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, അത് ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. എന്തോ ഒരു ഇലക്ട്രിക്കൽ തെറാപ്പി അങ്ങനെ എന്തോ സംഭവമാണ്. നമ്മുടെ ഞരമ്പുകൾക്കൊക്കെ ഒരു എന്തോ ഇലക്ട്രിക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രം, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി അഥവാ വേദന കുറഞ്ഞെന്നുണ്ടെങ്കിൽ ചെല്ലണ്ട. ഇത് ഇനിയും വീണ്ടും അടുപ്പിച്ച് വരണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ടെൻസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. വലിയ കുഴപ്പമില്ല. ഇപ്പോൾ അതിൻ്റെ വേദന കുറഞ്ഞിട്ടുമുണ്ട്. നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ 1 മാസം കൊണ്ട് തന്നെ വേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നതുകൊണ്ടാണ് അത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണയാണ് ഇങ്ങനെ നേരത്തെയും വന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒന്ന് കാണിച്ചു കളയെന്ന് പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ചില ആളുകൾക്ക് എന്തിൽ നിന്നുമാണെന്ന് പറയാൻ പറ്റില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ മറിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിച്ചാൽ, ഇതൊന്നും റയന് സംഭവിച്ചിട്ടില്ല. പിന്നെ അവർക്കും വലിയ പിടുത്തം കിട്ടിയില്ല. എന്നാൽ പിന്നെ എങ്ങനെ ഇത് വന്നത്, റയൻ പറഞ്ഞ കിടക്കണതിൻ്റെ എന്തോ പ്രശ്നത്തിൽ വന്നതാണ് എന്നൊക്കെയാണ് റയൻ പറയണത്. അപ്പോൾ ഏതായാലും വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതുപോലെ എന്തോ ടെസ്റ്റ് ചെയ്ത ഒരു കുട്ടിയും എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനും ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ ആളുകൾക്ക് ഉണ്ടെന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഇവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഞാൻ കഴിച്ചത്. കാരണം എനിക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ റോജർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജോലികൾ ഒരാൾ കൂടുമ്പോൾ തന്നെ നമുക്ക് ജോലികൾ കൂടുമല്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ജോലി ഇപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് മുന്നേ ഒന്നും കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാനൊന്നും പറ്റണില്ല. ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് കാര്യങ്ങൾ, തുണി മടക്കൽ, എന്തെല്ലാം പണിയാണല്ലേ. അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം എനിക്ക് നടക്കാനൊക്കെ പോകണം, അതുണ്ട്. പിന്നെ റോജർ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് അവന് കഴിക്കുന്നത് ഫ്രൂട്ട്സാണ്. പോകുന്ന സമയത്ത് കട്ട് ഫ്രൂട്ട്സ് കഴിക്കുക. അത് അവിടുത്തെ ശീലമാണ് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് കൊടുത്താൽ മതി. ഓഫീസിൽ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ എഗ് വൈറ്റ് മാത്രമായിട്ട് അവർ കൊടുക്കും. ഫ്രൂട്ട് കട്ട്സ് ഏതിൻ്റെയൊക്കെയാണ് വേണ്ടത് അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷെ നമ്മളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതൊരു വലിയൊരു പണിയാണ്. മറ്റേത് അവർ ജോലിക്കാരുണ്ട്, അവർ അതിന് വേണ്ടി നിൽക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ മതി, സംഭവം റെഡി. പക്ഷേ ഇവിടെ ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് കട്ട്
കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും ജ്യൂസാണ് കഴിക്കാമെന്ന്. ഓഫീസിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് അവിടെ ജിമ്മും കഴിഞ്ഞിട്ട് അവിടുത്തെ ഫുഡും എല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരാ. അല്ലെന്നുണ്ടെങ്കിൽ കാലത്താണ് സാധാരണ ജിമ്മ്, കുളിച്ച് വൃത്തിയായി ഓഫീസിലേക്ക് കയറും. അതൊക്കെ തന്നെ കാര്യങ്ങൾ. വളരെ സുഖമാണ് അവിടെ, എല്ലാം ഓഫീസിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ താമസിക്കാൻ കിടക്കാൻ വേണ്ടി മാത്രമാണ് അവൻ ആ സ്ഥലത്തേക്ക് വരണത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഭക്ഷണങ്ങളും എല്ലാം അവിടെ തന്നെയാണ്. ഇവൻ പി ജിയിലാണ്. പക്ഷേ ഇവൻ പി ജിയിലെ ഭക്ഷണം കഴിക്കില്ല. കാരണം ഇവരുടെ ഓഫീസിൽ രാത്രി വരെയുള്ള ഭക്ഷണമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഭക്ഷണം, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവൻ ജിമ്മിൽ പോകാൻ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചേർന്ന് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഷൂസ് അവൻ പൊതിഞ്ഞിട്ടാണ് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ അടുത്തൊരു കവർ ഇതാ മമ്മി, വണ്ടിയിൽ കെട്ടി തൂക്കി ഇടാൻ പറ്റിയ കവർ, ഇത് പേപ്പർ കവറാണ്, ഇത് പറ്റില്ല, വണ്ടിയിൽ തൂക്കിയിട്ടിട്ട് പോകണം. കാരണം ഷൂസ് നമ്മൾ അഴുക്കാക്കിയിട്ട് അതിനകത്ത് കയറണേലും നല്ലത് അവിടെ ചെന്നിട്ട്, അതിപ്പോൾ നേരത്തെയും അങ്ങനെ തന്നെയാണ്, ഇവിടെ നിന്ന് ചെരിപ്പും സോക്സും കൂടി ഇട്ടിട്ടാണ് ആൾ പോണത്. അതിൻ്റെ ഷൂസ് അവിടെ സ്ഥിരമായിട്ട് വെച്ചേക്കണേണ്. എല്ലാ ദിവസവും കൊണ്ടുപോകില്ലായിരുന്നു നേരത്തെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ഇത് ഏതായാലും ഷൂസ് അവിടെ നിന്ന് മേടിച്ചാണ്, ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ എന്ന ഷൂസാണ്. ഇവിടുത്തെ ഷൂസ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ആൾ ഒരു കവർ താന്ന് പറഞ്ഞിട്ട് ആ കവറൊക്കെ കൊടുത്ത്, അപ്പം ഞാൻ പറഞ്ഞ് ഇപ്പോൾ ഏതായാലും ആപ്പിൾ അങ്ങോട്ട് ഒരെണ്ണം കഴിച്ചിട്ട് അത് കട്ട് ചെയ്ത് തരാം, പിന്നെ വരുമ്പോഴത്തേക്കും പപ്പായ ജ്യൂസ് അടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ പറഞ്ഞത് മമ്മി എനിക്ക് ആപ്പിൾ അത്ര ഇഷ്ടമല്ല, ഞാനൊരു ആപ്പിൾ ലവറില്ലെന്ന്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ പിക്ചറാണ് കേട്ടോ അവൻ്റെ വാൾപേപ്പറായിട്ട് ഇട്ടേക്കണത് ഫോണിൽ. അപ്പോൾ അത് എന്നെ കാണിച്ചു തന്നതാണ്. റൂബി കുഞ്ഞാണ് ഇതിനകത്തിട്ട മമ്മി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ജിമ്മിന് പോകുമ്പോഴത്തേക്ക് അത് മാറ്റി വേറെ എന്തൊക്കെ സെറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എന്നെ കാണിച്ചു തന്നെ. അങ്ങനെ അവൻ്റെ ആപ്പിൾ തീറ്റാൻ മതിയാക്കിയത് അത്രയും പീസുകൾ ബാക്കിയിട്ടിട്ട് അവൻ പോകാൻ ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറകെ പോയി. അപ്പോൾ എൻ്റെ ഈ പപ്പായയുടെ തൊലി നമ്മൾ പീൽ ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ചെത്തിക്കളയാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പീസസായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേ റോജർ ഇറങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിന് മുൻപേ റൂബി വന്നേനെ. റൂബിക്ക് ആര് ഗേറ്റ് തുറന്നാലും ആദ്യം പുറത്തോട്ട് ചാടണം. അപ്പോൾ ഞാൻ ഇവളെ എടുത്ത് പിടിച്ചിട്ട് പോയിട്ട് ഗേറ്റ് തുറന്ന്, അപ്പോൾ ഇവളെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണത് കൊണ്ട് ചാടിപ്പോകൂലല്ലോ. അപ്പോൾ അങ്ങനെ റോജറിനല്ലെന്നുണ്ടെങ്കിൽ നേരവും പോയിരിക്കണേണ്. വേഗം പോയിട്ട് പിന്നെ വന്നിട്ട് ബാക്കി ജോലികൾ ചെയ്യാനും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ചാരിറ്റിയുടെ ആളുകൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൈസയും റോജർ ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്ത് അങ്ങനെ റോജർ പോയി. അത് വെച്ചിട്ട് ഞാനപ്പോൾ വീഡിയോ കട്ട് ചെയ്യുകയും ചെയ്ത്. പിന്നെ ഞാനും ഇടയ്ക്ക് നമ്മുടെ അഗാരോൻ്റെ ആ ഒരു വൈബ്രേഷൻ പ്ലേറ്റിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അതിൽ ചവിട്ടി നിൽക്കും കേട്ടോ, ചവിട്ടിയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നടക്കാനൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. നടക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞ് കുളിച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് അടിക്കാൻ നിന്നത്. അപ്പോഴേക്ക് റോജർ വന്നിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നടക്കുന്ന സമയത്ത് തന്നെ റോജർ തിരിച്ച് വരണുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു ഇവൻ്റെ ബൈക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി പോണത്. എങ്കിലും എൻ്റെ നടപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവൻ കുളിക്കാനൊക്കെ ഇട്ട് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് റോജറിന് കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ച് ഇത് കഴിച്ചാൽ രാത്രി ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ജ്യൂസും അതിനോടൊപ്പം തന്നെ ബിരിയാണിയും വിളമ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കഴിച്ച് എനിക്ക് അത്ഭുതം തോന്നി. റോജർ അങ്ങനെയൊന്നും കഴിക്കൂല അധികം ഭക്ഷണം. അപ്പോൾ അത് രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാറ്റിക്കളഞ്ഞ നല്ല രസമല്ലേ. അപ്പോൾ റോജർ വന്നപ്പോൾ റോജറിന് ആ ഒരു വൈബ്രേഷൻ പ്ലേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതാണ് റയൻ. റോജറിൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൻ മാറിയതാണ്. വയറൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യണല്ലേ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി മാത്രം ഒരു ഗ്യാപ്പിന് വേണ്ടി ഈ ഫോട്ടോസ് ഇട്ടെന്നല്ല കേട്ടോ. പിന്നെ നമുക്ക് ചിരവയുടെ കാര്യം, ഇരുന്ന് ചിരണ്ടണ ചിരവയുടെ കാര്യം, ഇത് ഞാൻ പണ്ട് നമ്മുടെ ഇത് സോൾട്ടിൽ, ഇത് ഒരുപാട് വർഷം മുൻപുള്ള വീഡിയോ ആണ് കേട്ടോ. സോൾട്ടിൽ ഇതുപോലത്തെ ചിരവ അപ്പുറത്ത് വുഡിൻ്റെ കിടക്കുന്നുണ്ട്. ഇത് ഇരുമ്പിൻ്റെ. ഇത് ഇത്തിരി വില കുറവാണ്, അതിന് ഇത്തിരി വില കൂടുതലാണ്. 3000 രൂപ എന്തോ ആയിരുന്നു അന്നത്തെ വില. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിരവ
മേടിക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് പേരിൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ ഇത് മേടിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു വിലയൊക്കെ തന്നെയാണ് ഇലക്ട്രിക്കിൽ ഇത് സ്ക്രൈപ്പർ ഇത് കോക്കനട്ട് സ്ക്രൈപ്പറിൻ്റെ വില വരുന്നത്. അത് ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാത്രം പോലെ നടുക്ക് ഇങ്ങനെ ഈ ചിരവിട നാക്ക് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൻ്റെ അകത്ത്. അപ്പോൾ ചിരണ്ടതല്ല, സൈഡ് വഴി ചിരണ്ടത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് താഴെ പാത്രം വെച്ചിട്ട് എനിക്ക് ആ പാത്രത്തിൻ്റെ നടുക്ക് ചിരവനാക്കിയിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്രദമാണ് എന്നറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ചോദിക്കണം. അപ്പോൾ എനിക്ക് നിന്ന് ചിരണ്ട ചിലവ് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ മേടിക്കാത്തത്. അതെനിക്ക് ഒട്ടും എനിക്ക് ഇരുന്നിട്ട് ജോലികൾ ചെയ്യണതാണ് ഇഷ്ടം. അതാണ് ഞാൻ ഇരുന്ന് ചിരണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഇലക്ട്രിക്കിൻ്റെ മേടിക്കണം, ഇത് സ്റ്റൂള് മേടിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്. പറയാൻ പറ്റില്ല വീഡിയോ ഇടൂലെന്ന്. എനിക്ക് സമയം കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്നാ ഇടുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വൈൻഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്